ചേട്ടൻ കുട്ടിക്കാലത്ത് ഒരുപാട് കളികൾ കളിച്ചിട്ടില്ലേ? അന്നത്ര ഓർമ്മയില്ല. അപ്പോ ചേട്ടൻ ആ കളികൾ നമ്മൾ ഇപ്പൊ ഒന്ന് തന്നാൽ ഈ സമൂഹത്തിനിടെ ചെയ്യാൻ താല്പര്യമുണ്ടോ? പ്ലീസ്. ചേട്ടൻ ഒരുപാട് പ്രൈസ് ഉണ്ട്. അല്ലേ കുഴപ്പമില്ല, ഞാൻ അത് ചെയ്യില്ല. താല്പര്യമുണ്ട്, ഇപ്പൊ സമയമില്ല. സമയമില്ല. टास्क देता है तो आप करता है क्या? नहीं मैं अभी आज गांव जा रहा हूँ. ഞാനിപ്പോ ഇവിടെ ഒരു അവസരം തന്നാൽ ചെയ്യാൻ പറ്റും. സമയമില്ല. आपको करते है क्या? अभी टाइम नहीं है. टाइम नहीं है. കുട്ടിയും കോലും കളിക്കാറുണ്ട്. കുട്ടിയും കോലും വേറെ അക്ക് ഇവിടെ നിന്ന് കളിക്കാനാ? അത് എന്തെങ്കിലും എല്ലാരും ശ്രദ്ധിക്കില്ലേ? സെബാസ്റ്റ്യൻ ഡേവിസ് കുട്ടിക്കാലത്ത് ഒളിച്ചുകളി, പിന്നെ അത്തള പിത്തള തവളാച്ചി, പിന്നെ വേറെ പിന്നെ കഞ്ഞിയും കറിയൊക്കെ വെച്ച്. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഒരു ടാസ്ക് ആയിട്ട് ഞാൻ ആ ഒരു കളി തന്നാൽ ചെയ്യാൻ താല്പര്യം. 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ ഞാൻ നിൽക്കാം. 10 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാൻ ശ്രമിക്കാം. പാളയം 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 പേരൂർക്കടാ കവടിയാർ കൊട്ടാരം വന്നോ ഓട്ടോറിക്ഷ കാശ് തന്നാൽ മതി. 3 പേർക്ക് കയറാൻ സ്ഥലമുണ്ട്. വാ പാളയം പോയിട്ട് വാ കയറിക്കോ. 5 മിനിറ്റ്. വാ 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 അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചു തരാം. പാളയം മാർക്കറ്റ് പാളയം 2 പേരും തരും. 5 മിനിറ്റ്. വണ്ടി കാശ് തന്നാൽ മതി, ബസ് കാശ് തന്നാൽ മതി. എന്താ ചേച്ചി? പാളയം 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 പേരൂർക്കട പേരൂർക്കട വരുമോ? ഒരാൾ വരൂ ചേച്ചി. എവിടേക്കാ കൊണ്ടേ? 3 പേർക്ക് കയറാൻ സ്ഥലമുണ്ട്. മൂത്താളല്ലേ പറഞ്ഞേ? വരൂ. നിങ്ങളെക്കാലം പ്രായമില്ലേ? നിങ്ങളെ ഞാൻ വഴി തെറ്റിക്കോ? കറക്റ്റ് സ്ഥലത്ത് ഒന്നും ആക്കില്ലേ ഞാൻ? എന്റെ വിശ്വാസമില്ലേ? എന്റെ പൊന്നു, എന്നെ കണ്ടിട്ട് മനസ്സിലായി നിങ്ങക്ക്? കറക്റ്റ് സ്ഥലത്ത് കുന്നാക്കൊന്ന് പാന്ന്. വണ്ടി കയറ് വണ്ടി കയറ്. പിന്നല്ല, വണ്ടി കയറ് വണ്ടി കയറ് വണ്ടി കയറ്. ശ്രദ്ധിച്ചിരിക്കണ. കുറച്ച് സ്ഥലമുള്ളൂ, എല്ലാവരും കയറേ. സെറ്റല്ലേ? എടാ കുറച്ച് സ്ഥലമുള്ള അഡ്ജസ്റ്റ് ചെയ്തിരിക്കണോ? വണ്ടി പൊളിക്കരുത്, എനിക്ക് നാളെ പോകാനുള്ള. ചേട്ടാ വരൂ, പുറത്തേറിയുന്നു. പാളയത്തോ നോക്കാം. എടാ ഞാൻ അടിച്ച സാധനം തരാം. പാ എന്റെ സ്റ്റോപ്പാ. പാളയം പാളയം. നമ്മളാവുമ്പോ ഒരു പ്രായക്കാരാ. ഞാൻ എവിടേക്ക് ആക്കാം ചേട്ടാ? ഞാനാക്കാം. പാളയത്തേക്കാണോ? ഞാനാക്കാം 2 പേരല്ലേ? പൈസ തരണ്ട ചേട്ടാ. എങ്ങടെ കൊണ്ടേ ഞാൻ കൊണ്ടാക്കാം. പോയിട്ട് വരും ചേട്ടാ. ഞാൻ എന്റെ പ്രശ്നക്കാരനല്ല. ആൾക്കാരൊക്കെ സീനാവും അവസാനം. പാളയം 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 പാളയം. ഓക്കെ, നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ടാസ്ക് നന്നായിട്ട് ചെയ്തു. അപ്പോ ഗഡ്സിന്റെ ഈ ടാസ്ക് ചേട്ടൻ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസ്? ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടങ്ങിയപ്പോ നമുക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പഴയ നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്ത് നൈസായിട്ട് അങ്ങോട്ട് പോയി. ശരിക്കും നന്നായിട്ട് കുറച്ച് നല്ലൊരു ബാക്കൗട്ട് ശരിക്കും ഫീൽ ചെയ്തുകൂടാ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഗഡ്സിന്റെ വക ഒരു സമ്മാനമുണ്ട്. ആദ്യമായിട്ട് ക്യാഷ് പ്രൈസ് ആണ്.
ക്ലെൻസർ നൽകുന്ന ഒരു സമ്മാനം. ഇതിൽ 3 സൂത്രങ്ങളുണ്ട്. ഇത് ഉപയോഗിച്ച് തന്നെ അറിയണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗട്ട്സ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെബാസ്റ്റ്യൻ ഫ്രം അങ്കമാലി. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ലൈഫിൽ. അപ്പോൾ ഇനി അങ്ങോട്ടും മനക്കട്ടിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്.